വളരെ ഇന്റൻസ് ആയിട്ടുള്ള കുറച്ച് പെർഫോമൻസുകളുള്ള ഒരു ഗംഭീര ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള നല്ല പണിയെടുത്ത് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഉള്ള ഒരു വെബ് സീരീസ് കേരള ക്രൈം ഫയൽസ് സീസൺ 2 ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്. ഡയറക്ടർ അഹമ്മദ് കബീർ, ഫസ്റ്റ് സീസണിന്റെ പുള്ളി തന്നെയാണ്. റിട്ടൺ ബൈ ബാഹുൽ രമേശ്, പുള്ളി കിഷ്കിന്ദ കണ്ടൊക്കെ റൈറ്റ് ചെയ്തിട്ടുള്ള പുള്ളിയാണ്. ഇതിന്റെ ഫസ്റ്റ് സീസൺ ഇറങ്ങിയിട്ട് ഇപ്പൊ 2 വർഷം എന്തോ ആവുന്നുണ്ട്. ആ ഒരു സീസണിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു നീറ്റ് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയാണ്. അതിലൊരു സിംഗിൾ ലെയർ ഇൻവെസ്റ്റിഗേഷനിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സീരീസ് ആയിരുന്നു. ബട്ട് ഈ സെക്കൻഡ് സീസണിലോട്ട് വരുമ്പം ഇൻവെസ്റ്റിഗേഷൻ അവിടെ ഉണ്ട്, എന്നിരുന്നാൽ പോലും ഇവർ ഇമോഷണലി കളിക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്. സീസൺ 1 പോലെ തന്നെ സീസൺ 2ന്റെയും ഇൻവെസ്റ്റിഗേഷൻ പരിപാടി പക്ക റിയലിസ്റ്റിക് ആണ്. യാതൊരു വിധത്തിലുള്ള സിനിമാറ്റിക് ഗിമിക്സുകളും ഇല്ലാതെ ഒരു റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പരിപാടി തന്നെയാണ്. ബട്ട് ഇവരിതിൽ ഇമോഷണലി ഓഡിയൻസിനെ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഫാക്ടേഴ്സ് വാസ് ഭയങ്കര കിടുതൽ, ആൻഡ് അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിന് അവർ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടറാണ് ഡോഗ്സ്. ആൻഡ് ഇതിൽ ഇവരെ ഡോഗ്സിനെയൊക്കെ വെച്ച് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സീൻസ് ഒക്കെ വളരെ ഗംഭീരമാണ്. ആൻഡ് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിലോട്ട് വരുമ്പം ഹരിശ്രീ അശോകൻ വാസ് എക്സെപ്ഷണൽ ഇൻ ദി സീരീസ്. പുള്ളിയുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ നമുക്കൊരു തരിപ്പ് തോന്നുന്നു. ആക്ച്വലി പുള്ളി ബ്രൂട്ടലായിട്ടൊന്നും ചെയ്യുന്നില്ല, വയലൻസ് ഒന്നും ചെയ്യുന്നില്ല, ബട്ട് പുള്ളിയുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സാധനം അടിക്കും. അമ്മാതിരി പെർഫോമൻസ്. അതുപോലെ തന്നെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഗംഭീര പെർഫോമൻസ്. അതേപോലെ തന്നെ ഇന്ദ്രൻസിന്റെ റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ തന്നെ അമ്മാതിരി റേഞ്ച് ക്യാരക്ടറാണ്. അതിനെ വളരെ ഗംഭീരമായിട്ടാണ് ഇന്ദ്രൻസ് അത് പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. പുള്ളിയുടെയും വെരി ഫസ്റ്റ് സീനിൽ തന്നെ നമുക്ക് ആ സാധനം കിട്ടും. ഈ ഒരു 2 ക്യാരക്ടേഴ്സ് ഈ ഒരു സീരീസ് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇവരുടെ 2 പേരുടെയാണ്. പിന്നെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് അർജുൻ രാധാകൃഷ്ണൻ, പുള്ളി ഗംഭീരമായിട്ട് തന്നെ ഒരു റോള് വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിസിക്കലി ആയാലും ആക്ടിങ് വൈസ് ആയാലും പുള്ളി വളരെ നൈസായിരുന്നു. ലാൽ ഫസ്റ്റ് സീസണിലെ പോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് അതേപോലെ നല്ല രീതിയിൽ തന്നെ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് അജു വർഗീസ് ബോത്ത് സീസൺ 1 ആയാലും 2 ആയാലും ഈ ഒരു ഫ്രാഞ്ചൈസി പുള്ളിക്ക് കിട്ടിയ ക്യാരക്ടർ അത്ര ഗംഭീരമാണ്. ആൻഡ് അജു വർഗീസ് എന്ത് രസമായിട്ടാണെന്നോ ചെയ്യുന്നത്. അതിപ്പോ സീസൺ 1 കണ്ടാൽ തന്നെ മതി. അതിനു മുമ്പും ശേഷവും പുള്ളി ചെയ്തിട്ടുള്ള ഒരു റോളുകളുമായിട്ട് യാതൊരു ബന്ധവും തോന്നാത്ത അമ്മാതിരി കിടിലനായിട്ടുള്ള ഒരു പക്ക പോലീസായിട്ടായിരുന്നു പുള്ളി സീസൺ 1. ആൻഡ് സീസൺ 2 പുള്ളിയുടെ ഇൻട്രോ എന്നൊക്കെ പറഞ്ഞാൽ അത് പേഴ്സണലി ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ആവും. സീസൺ 1 കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് ആ ഒരു സാധനം കിട്ടും. അത് ആൻഡ് ഇതിൽ ജോർഗീസ് വളരെ കുറച്ചേ ഉള്ളൂ, ബട്ട് ഉള്ള സീൻസിലൊക്കെ പുള്ളി ഭയങ്കര കിടുവായിരുന്നു. ആൻഡ് ഇതിലെ പുള്ളിയുടെ ഇംഗ്ലീഷ് ആക്സെന്റ് ഒക്കെ എന്ത് കിടുവായിട്ടാണ് ഡെലിവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടർ ഇതിന് മുമ്പും ശേഷവും ജോർഗീസ് ചെയ്തിട്ടില്ല. എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് പുള്ളി. അതുപോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി സീസൺ 1 കുറച്ച് പോലീസുകാർ. പിന്നെ അതേപോലെ തന്നെ സീസൺ 2 പുതുതായിട്ട് വന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. നൂറിൻ ഷെരീഫ് ഒക്കെ ഉണ്ട്, നോബിൾ, അതായത് അർജുൻ രാധാകൃഷ്ണന്റെ വൈഫായിട്ടുണ്ട്. എല്ലാവരും വളരെ ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ആരുടെയും പെർഫോമൻസ് കണ്ടിട്ട് എന്നുള്ള ഒരു ഫീൽ വന്നിട്ടില്ല. എസ്പെഷ്യലി വില്ലനൊക്കെ വളരെ കിടുവായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. 6 എപ്പിസോഡ്സ്. അതിന്റെ 6 എപ്പിസോഡ്സ് ഒരു ആവറേജ് 28 to 30 മിനിറ്റ്സ് ആണ് ഉള്ളത്. ലാസ്റ്റ് എപ്പിസോഡ് മാത്രമാണ് എനിക്ക് തോന്നുന്നു അല്പം ലെങ്ത് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ലാസ്റ്റ് എപ്പിസോഡൊക്കെ ആയപ്പോൾ നമുക്ക് ഡ്യൂറേഷൻ പോലും ഇനി എത്ര ബാക്കിയുണ്ടെന്ന് നോക്കാനുള്ള ഗ്യാപ്പ് പോലും ഇവർ തരുന്നില്ല. അത്രയ്ക്ക് കിടുവായിട്ടാണ് ഈ സാധനം പോകുന്നത്. വളരെ ടൈറ്റ് ആയിട്ട് വളരെ എൻഗേജിങ്ങിലാണ് സാധനം പോകുന്നത്. നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ സാധനം കണ്ടു തീർക്കാം. 6 എപ്പിസോഡ്സും ഒറ്റ സ്ട്രെച്ചിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു വളരെ പാക്ഡ് ആയിട്ടുള്ള ഒരു സാധനം. പക്ക ഇൻവെസ്റ്റിഗേഷൻ ഇമോഷണൽ സാധനം. കൂടുതലും ഡയലോഗുകളാണ്. ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻസ് ആണ് ഈ ഒരു സീരീസിൽ കൂടുതലും. അത് വളരെ ശ്രദ്ധയോടെ തന്നെ കേട്ടിരിക്കണം, കാരണം അതിലൊക്കെ പല ലീഡ്സ് ഉള്ളതാണ്. സ്റ്റോറി ടെല്ലിംഗ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള, ഇമോഷണൽ പരിപാടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള, വളരെ ഗംഭീരമായിട്ട് ഫ്ലാഷ് ബാക്ക് സീൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ സീരീസ് തന്നെയാണ്. മസ്റ്റ് വാച്ച് സാധനമാണ്. സീസൺ 1 യാതൊരു പേദോഷവും ഉണ്ടാക്കാത്ത ഒരു സീസൺ 2. ജിയോ ഹോട്ട്സ്റ്റാർ ഇങ്ങനെ കുറെ സാധനങ്ങൾ വരുവിടെ, എസ്പെഷ്യലി ഫ്രം മലയാളം. അതിപ്പോ ഈ കേരള ക്രൈം ഫയൽസിന്റെ സീസൺ 1 സീസൺ 2 ആയാലും 1000 ബേബീസ് ആയാലും ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ മലയാളത്തിൽ ഇറക്കുന്നുണ്ട് വെബ് സീരീസ്. ഇറ്റ്സ് വെരി നൈസ് തിങ്. സോ ടു കൺക്ലൂഡ്, മസ്റ്റ് വാച്ച് ആണ്. ഒരു ലാഗും ഇല്ലാതെ ഒറ്റ ഇരിപ്പിന് തന്നെ 6 എപ്പിസോഡ്സും കണ്ടു തീർക്കാം. ഗംഭീര സാധനം. പിന്നെ കൂടുതൽ സ്പൂൺ ഫീഡിങ് പരിപാടികൾക്കൊന്നും പോകുന്നില്ല. ബട്ട് ആക്ച്വലി സ്പൂൺ ഫീഡിങ് അല്ല, ചില സീനുകളൊക്കെ ഇമോഷണലി നമ്മൾ കണക്ട് ആയി കഴിയുമ്പോഴേ ചില സാധനങ്ങൾ നമുക്ക് ഒന്ന് കാണണമെന്ന് തോന്നും. എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്, എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്തത്, അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രയും ഇമോഷണലി ഹുക്കായിരിക്കുന്ന ഒരു പോർഷൻ ആയിരുന്നു എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ. ബട്ട് അത്ര ഇന്റൻസ് ആയിട്ട് പടം സീരീസ് പോകുന്നില്ല.
അതുകൊണ്ട് മേ ബി കുറച്ച് പേർക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് നിർത്തിയതുപോലെ തോന്നും. ബട്ട് അതൊരു ഡിഫറെന്റ് അപ്രോച്ച് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് നമ്മൾ അത്ര ഇമോഷണലി ഹുക്ക് ആയിരിക്കുന്നതുകൊണ്ട് മേ ബി നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടെ എക്സ്പെക്ട് ചെയ്യും, വിസിബിളി കാണണമെന്ന് നമുക്കുള്ള ഒരു ഫീല് തോന്നും. അത് ഈ ഒരു സീരീസിന്റെ വിജയം തന്നെയാണ് ആക്ച്വലി. ഒരു ഗംഭീര സാധനം, മസ്റ്റ് വാച്ച്.